വലിയൊരു പ്ലേറ്റ് ആണ് മധുവത്തുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തെ പീസ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഒരു കോഴി ഫുള്ളായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. അറിഞ്ഞില്ലേ? അപ്പൊ നമ്മുടെ സുൽത്താൻ ബത്തേരിയിൽ എത്തി മക്കളെ അറേബ്യൻ ഫുഡ്. 10 വർഷത്തിൽ കൂടുതൽ പാരമ്പര്യമുള്ള കോഴിക്കുത്ത് ബിരിയാണി ഹട്ടിന്റെ പുതിയൊരു ബ്രാഞ്ച് സുൽത്താൻ ബത്തേരിയുടെ ആരംഭത്തിൽ തന്നെ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. ആ ഒരു പുതിയ ബ്രാഞ്ചിന്റെ പേരാണ് മന്തിപീഡിയ. ഫാമിലി വെഡിങ് കളക്ഷന്റെയും ലെൻസ് കാർട്ടിന്റെയും സമീപത്തെ നാഷണൽ ഹൈവേയോട് ചേർന്നാണ് നമ്മുടെ ഈ കോഴിക്കുത്ത് മന്തിപീഡിക ഓപ്പൺ ചെയ്തിരിക്കുന്നത്. ഓർഡർ അനുസരിച്ച് ഈ പകുതി വേവായ ആൽഫാമിൽ കനലിൽ മുരിച്ചിങ്ങനെ എടുക്കും. എന്നിട്ടാണ് പാർട്ടിക്ക് സെർവ് ചെയ്യുന്നത്. ആൽഫാം പൊള്ളിച്ചതാണ്. ഇതിന്റെ കളറിന് ഒരു വ്യത്യാസമുണ്ട്. ഒരു ഗ്രീൻ ഷെയ്ഡാണ്. നമ്മൾ നേരത്തെ പറഞ്ഞ ആൽഫാം പൊള്ളിച്ചെടുക്കുന്ന രീതിയാണ്. ഇവിടെ ഷുവായതുണ്ടോ നല്ല തീയിൽ കിടന്ന് മൊരിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മധുവത്ത് നമുക്കൊന്ന് കാണാം. ഇങ്ങനെ ഉണ്ടാവുക മധുവത്ത്. ഈ കുക്കറോട് കൂടി തന്നെയാണ് സെർവ് ചെയ്യുന്നത്. നമ്മുടെ ടേബിൾ വലിയൊരു പ്ലേറ്റ് നിരത്തി അതിന്റെ മുകളിൽ കുക്കറിൽ നമ്മൾ നേരത്തെ കണ്ട കുക്കറിൽ നേരെ കൊണ്ടുവന്ന് കൊട്ടുകയാണ്. ഇങ്ങനെയാണ് മധുവത്ത് ഉണ്ടാവുക. ഇതിലൊരു ഫുൾ ചിക്കൻ ആണുള്ളത്. ഒരു ഫുൾ ചിക്കൻ. എന്താ മക്കളെ ഇതിന്റെ സ്മെല്ല്, ഒന്നും പറയാൻ വാക്കുകളില്ല എന്നുള്ളതാണ്. ഇനി കഴിച്ചാൽ മാത്രം മതി. വലിയൊരു പ്ലേറ്റ് ആണ് മധുവത്തുള്ളത്. ഇനി നമുക്ക് ഇതിനകത്തെ പീസ് എങ്ങനെയാന്ന് നോക്കാം. നമ്മൾ പറഞ്ഞല്ലോ ഒരു കോഴി ഫുള്ളായിട്ട് തന്നെ ഉണ്ട് എന്നുള്ളതാണ്. ഇങ്ങനെ ഉണ്ടാവുക മധുവത്ത്. നല്ല എന്താ പറയാ, ഇറച്ചിന്ന് എല്ലൊക്കെ ഇങ്ങനെ വിട്ട് നല്ല സ്മൂത്ത് ആയിട്ട് ഇങ്ങനെ മാറി നിൽക്കുന്നുണ്ട്. ആ ആവിയിൽ കുക്കറിൽ ഇങ്ങനെ വെന്ത് നിൽക്കുന്ന ആ ചിക്കനും ആ റൈസും അതിനകത്ത് മസാല ഒക്കെ ഇതെങ്ങനെ സോഫ്റ്റ് ആയിട്ട് ഇങ്ങനെ ഊരിപ്പോരും. മജ്ലിസ് സ്റ്റൈലിലാണ് നമ്മൾ ഭക്ഷണം കഴിക്കുന്നത്. അപ്പൊ നമുക്ക് സെൻട്രൽ ആയിട്ട് തന്നെ ഇവിടെ നമ്മൾക്ക് മദ്ഹൂദ് തയ്യാറാക്കി വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ ഒരുപാട് ഐറ്റംസ് ആണ് ഇവിടെ ഉള്ളത്. ഇവിടെ നമുക്ക് പെരിപെരി ഉണ്ട്. അത് കഴിഞ്ഞാൽ മുഗളായി ഷവായ, ആൽഫാം പൊള്ളിച്ചതുണ്ട്. അത് കഴിഞ്ഞാൽ ഇങ്ങോട്ട് വന്നാൽ ഹണി കഴിഞ്ഞാൽ കൊണ്ടാട്ട. ഇതെല്ലാം ചിക്കൻ ഐറ്റംസ് ആണ് കേട്ടോ. ഇതിന്റെ അരികിൽ ക്ഷമയുടെ നെല്ലിപ്പലകയും തകർത്തിരിക്കുന്ന കുറെ ടീമുകൾ വേറെ ഉണ്ട്. വാനരപ്പടകൾ. ഇതിപ്പോ ഈ കഥയൊന്ന് നിർത്തിയിട്ട് വേണം ഇവർക്ക് ഭക്ഷണം കഴിക്കാന്ന് വിചാരിച്ചിട്ടാണ്. ഇതെല്ലാം കഴിച്ചിറങ്ങി കഴിഞ്ഞാൽ നല്ല ലെമൺ ടീ ഉണ്ട്. നല്ല ചെറിയ ഗ്ലാസ്സിൽ നല്ല ചൂട് ലെമൺ ടീ. അതിങ്ങനെ ധാരാളം നമുക്ക് എടുത്ത് കഴിക്കാനായിട്ട് ഒരു ഫ്ലാസ്ക് തന്നെ ഇവിടെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതും കൂടെ അങ്ങ് കഴിച്ചു കഴിഞ്ഞാലാണ് സുഹൃത്തുക്കളെ അതിന്റെ ആ ഒരു കോമ്പിനേഷൻ അങ്ങോട്ട് ഫുള്ളാകും.